സ്വാഗതം. നമ്മൾ കേട്ടറ്റ് വെരിഫിക്കേഷൻ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളിലെ കേട്ടറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ ഡി ഒകളും ഈ 18-ാം തീയതി മുതൽ തന്നെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില ഡി ഒയിൽ കുറച്ച് ചില ഡിലേ വന്നിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് തീയതികൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഡി ഒ എന്ന് വെച്ചാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഡി ഒയിലെ വെരിഫിക്കേഷൻ ഡേറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളതനുസരിച്ച് എന്ത് ചെയ്യുക, വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്ന ഫസ്റ്റ് വരുന്നത് ചാവക്കാടാണ്. ചാവക്കാട് ഡി ഒയുടെ പരിധിയിലാണ് വരുന്നത്. കേട്ടറ്റ് പരീക്ഷ 2024 ഏപ്രിലിലെ എല്ലാ കാറ്റഗറിയുടെയും സർട്ടിഫിക്കറ്റ് പരിശോധന 23, 24, 25 തീയതികളിൽ രാവിലെ 10:30 മുതൽ 4 വരെ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ പരിധിയിൽ പരീക്ഷ എഴുതിയവർ ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം ഹാജരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാറ്റഗറി 1, 4, 23-നും കാറ്റഗറി 2, 24-നും കാറ്റഗറി 3, 25-നും ഹാജരാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡേറ്റ് കൃത്യമായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. കാറ്റഗറി 1, 4 അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 23-ാം തീയതിയാണ് പോകേണ്ടത്, 23-നാണ് പോകേണ്ടത്. അതുപോലെ കാറ്റഗറി 2 അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ 24-നും, അതുപോലെ കാറ്റഗറി 3 അറ്റൻഡ് ചെയ്തവർ 25-നും ഹാജരാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കൃത്യമായിട്ട് നോക്കണം. 10:30 മുതൽ അതുപോലെ 4 മണി വരെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നിലധികം കാറ്റഗറിയൊക്കെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ ആദ്യത്തെ ഡേറ്റ് ഏതാണോ അന്ന് പോകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തതും കൂടി പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ചെയ്തു തരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അത് സാധാരണ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നിങ്ങൾ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ചാവക്കാട് നിങ്ങൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവരെ ഇത് അറിയിക്കുക. അടുത്ത ന്യൂസ് വരുന്നത്, നമുക്ക് പേപ്പർ കട്ടിങ്സ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് ഒരാൾ നിങ്ങളെ പോലെയുള്ള ആളുകൾ കാണുമ്പോൾ അവർ നമുക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചില പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസുകളുടെ വെരിഫിക്കേഷൻ തീയതികൾ ഇങ്ങനെ ഓരോ ആളുകൾ നമ്മളെ ഫോളോവേഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കോമൺ ആയിട്ട് എടുത്തിട്ട് ഇവിടെ കാണിക്കാം. കാരണം ആരെങ്കിലും അത് മിസ്സായി പോയിട്ടാണ് നിങ്ങൾക്കത് വെരിഫിക്കേഷൻ അവസരം കളയേണ്ട എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഒന്നാമത്തേത് കൽപ്പറ്റ ഡേറ്റ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൽപ്പറ്റയിൽ വന്ന് നോക്കിയേ, ഏപ്രിൽ വരെ ഇതുവരെയുള്ള കേട്ടറ്റ് എക്സാമിൻ്റെ ഏത് ഇയറും, ഇപ്പോൾ കഴിഞ്ഞ മാത്രമല്ല ഇതുവരെയും വെരിഫിക്കേഷൻ നടത്താത്ത എല്ലാവർക്കും പോകാം. ഡേറ്റ് വന്നുള്ളത് 19, 20, 21 തീയതികളായിട്ടാണ് കേട്ടോ. 19 കഴിഞ്ഞ് പോയി, എന്നാലും 20, 21 തീയതികളായിട്ട് ഇവിടെ ഡേറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. GHSS കാക്കവയൽ. ഓക്കെ, കാക്കവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ആ ഒരു വർക്കിംഗ് ടൈമിനനുസരിച്ച് നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. ഡേറ്റ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ ഡേറ്റ് കൃത്യമായിട്ട് നോക്കുക. 19, 20, 21. ഓക്കെ, നാളെയും മറ്റന്നാളും കൂടെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് വരുന്നത് മാവേലിക്കരയാണ്. മാവേലിക്കര ഡി ഒ ഓഫീസിൽ കേട്ടറ്റ് 1, 4, 19-ാം തീയതിയും 2, 3, 20-ാം തീയതിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 20-ാം തീയതി പോകുന്നവരെ തന്നെ ഈ 2 ദിവസത്തെ മിസ്സായി പോയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുക, 20-ന് തന്നെ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് നിങ്ങൾ എന്ത് വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 1, 4-ന്റെയും 19-ആണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ അടുത്ത ദിവസം അത് മിസ്സായി പോയവരുണ്ടെങ്കിൽ അടുത്ത ദിവസം പോവുക. ഓക്കെ, 2, 3, 20-ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യുക, പോയിട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് വരുന്നത് 23-നാണ് കേട്ടോ, 10:30-ക്കാണ് കേട്ടോ. 10:30 മുതൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേട്ടറ്റ് കാറ്റഗറി 3 വെരിഫിക്കേഷൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. കാറ്റഗറി 2 19-ാം തീയതി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഇവിടെ കമൻറ്റ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സായവരുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോകും. 23 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നാളെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കോഴിക്കോട് ഡി ഒയുടെ നമ്പർ നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക. അതിന് ജസ്റ്റ് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ പോവുക. ഓക്കെ, അടുത്തത് മലപ്പുറം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മലപ്പുറത്തിൻ്റെ ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാറ്റഗറി 1, 2 സെപ്റ്റംബർ 19 ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കാറ്റഗറി 3, 4 സെപ്റ്റംബർ 20 നാളെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് മിസ്സായി പോയവരാണെങ്കിലും നിങ്ങൾ നാളെ ഒന്ന് പോയിട്ട്, അങ്ങനെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നാളെ പോവുക. ഓക്കെ, അതുപോലെ തന്നെ കാറ്റഗറി 3, 4 എന്തായാലും സെപ്റ്റംബർ 20-ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് കണ്ണൂർ ഡി ഒ ഓഫീസിൽ വിളിച്ചപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 26, 27, 28 തീയതികളായിട്ടാണ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കണ്ണൂർ ഡി ഒയുടെ പരിധിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത അധ്യാപകരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 26, 27, 28 തീയതികളായിട്ടാണ് വെരിഫിക്കേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ തീയതികളിൽ കൃത്യമായിട്ട് അതിനിടയിൽ പറ്റുമെങ്കിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഉറപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരാൻ ശ്രദ്ധിക്കുക. പിന്നെ കട്ടപ്പനയാണ്. കട്ടപ്പനയിൽ കാറ്റഗറി 1, 2, 19 എന്നാണ് പറഞ്ഞത്. 19 കഴിഞ്ഞു പോയി എന്നിരുന്നാൽ പോലും കാറ്റഗറി 3, 4, 20-ന് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20-ാം തീയതി നിങ്ങൾ ഇന്ന് മിസ്സായവരുണ്ടെങ്കിൽ 20-ാം തീയതി പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 3, 4 എന്തായാലും 20-നാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്തത്
മലപ്പുറം വണ്ടൂരാണ്. വണ്ടൂർ DO പരിധിയിൽ 25, 26 തീയതികളായിട്ടാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ അത് തന്നെ ആയിരിക്കണം. എന്തായാലും രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 മണി തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ ആ സമയത്തിനുള്ളിൽ ദിവസം ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്ന് അവിടെ വിളിച്ച് അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സമയമുണ്ട്. 25, 26 തീയതികളായിട്ടാണ് മലപ്പുറത്ത് വണ്ടൂർ DO പരിധിയിൽ എക്സാം അറ്റൻഡ് ചെയ്തവരുടെ വെരിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അടുത്തത് ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുട സെപ്റ്റംബർ 18 സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 18 സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കൃത്യമായിട്ടൊന്ന് പിന്നെ വിളിച്ച് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നാളെ എന്നിട്ട് നിങ്ങൾ പോവുക. ഓക്കെ, ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് നാളെ വർക്കിംഗ് ടൈം അനുസരിച്ച് ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. തൃശ്ശൂർ വെരിഫിക്കേഷൻ 23, 24, 25, 26 തീയതികളായിട്ട് കാറ്റഗറി 1, 2, 3, 4 ഓക്കെ പിന്നെ വെരിഫിക്കേഷൻ നടക്കുമെന്നാണ് പറഞ്ഞത്. മോർണിംഗ് ഇതേ ക്രമത്തിൽ തന്നെ നടക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ. കാറ്റഗറി 1 23, കാറ്റഗറി 2 24, പിന്നെ 3 25, അതുപോലെ തന്നെ കാറ്റഗറി 4 26. ക്ലിയർ. മോർണിംഗ് 11 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ടൈമിനനുസരിച്ച് ആ തൃശ്ശൂർ പരിധിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ കൃത്യമായിട്ട് അതൊന്ന് പോയിട്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്താണോ അറ്റൻഡ് ചെയ്ത് വരിക. ഇത്രയാണ് പുതിയ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ പറഞ്ഞു തന്നെയാണ്. ഒറ്റപ്പാലത്തിൻ്റെ ജൂണിൽ ആരും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ 19, 20 തീയതിയിലായിട്ട് നടക്കുമെന്നാണ് ഒറ്റപ്പാലത്തിൻ്റെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 19 കഴിഞ്ഞ് 20-ാം തീയതി നോക്കിയിട്ട് ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, 3, 4, 20 നടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1, 2 മിസ്സായവരുണ്ടെങ്കിൽ നാളെ തന്നെ പോയി ചെയ്യാൻ നോക്കുക. പാലക്കാടിൻ്റെ അതുപോലെ തന്നെയാണ്. പാലക്കാടിൻ്റെ കേട്ടിട്ട് 1, 3 കാറ്റഗറികളിൽ വിജയികളായവരുടെ സർട്ടിഫിക്കറ്റേഷന് 19-നും ഓക്കെ 2, 4 കാറ്റഗറിയുടേത് എപ്പോഴാണ് പിന്നെ 20-നും നടക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. രാവിലെ 10 മുതൽ 4 വരെ എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്സായി പോയവരുണ്ടെങ്കിൽ, ഇന്ന് മിസ്സായവരുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, നാളെ തന്നെ പോയിട്ട് അത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മലപ്പുറത്ത് തിരൂരിൻ്റെ പരിധി, തിരൂർ വിദ്യാഭ്യാസ ഓഫീസിൽ അറ്റൻഡ് ചെയ്ത ആളുകളാണെങ്കിൽ 24-ാം തീയതിയാണ് കേട്ടോ. സെപ്റ്റംബർ 24-നാണ് നടക്കുന്നത്. ഓക്കെ, അവിടെ സ്കൗട്ട് ഹാളിൽ നടക്കുമെന്നാണ് പറഞ്ഞത്. സ്കൗട്ട് ഹാൾ അവിടെയുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ സ്കൗട്ട് ഹാളിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. കാറ്റഗറി 1, 2 എന്നിവയ്ക്ക് രാവിലെ 10 മുതലും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഉണ്ടാവുക. ഓക്കെ, 10 മുതൽ 1 മണി വരെ. കാറ്റഗറി 3, 4-ൻ്റേത് ഉച്ചയ്ക്ക് പിന്നെ 2 മുതൽ 4 മണി വരെയാണ് നടക്കുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എവിടെ വെരിഫിക്കേഷൻ പോകുന്നവരായാലും നിങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾ ഒന്നിലധികം കാറ്റഗറി പാസ്സായവരാണെങ്കിൽ, ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെയും 2 വീതം ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങൾ എടുത്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൻ്റെയും 2 കോപ്പി വേണം. ഹോൾ ടിക്കറ്റിൻ്റെയും 2 കോപ്പി. അതായത് എല്ലാത്തിൻ്റെയും ഓരോ കാറ്റഗറിക്കും ഓരോ കോപ്പി തന്നെ വേണം. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാണ്. പിന്നെ ഇപ്പം കോഴ്സൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളിപ്പം പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നവർ നിങ്ങൾ കാത്തിരിക്കുക. ആ സമയത്ത് നിങ്ങൾ എന്ത് കിട്ടിയതിന് ശേഷം DOയിലേക്ക് കോൺടാക്ട് ചെയ്താൽ അവർ അവിടെ നിന്ന് ചെയ്തു തരും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ഇവിടെ പറഞ്ഞതല്ലാത്ത മറ്ററിയിപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കോ Instagram നമ്മുടെ പേഴ്സണൽ ID-യിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ അറിയിപ്പ് കാര്യങ്ങളൊക്കെ പേപ്പർ കട്ടിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.